ഹാൻസ്, ഓരോ നിമിഷവും നമുക്ക് ആവേശം അങ്ങ് കൂടി കൂടി വരികയാണ്. ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ കളി തുടങ്ങാൻ വേണ്ടി. ഇപ്പോൾ അവിടെ ആളുകൾ എത്തി തുടങ്ങിയോ? എന്താണ് അവിടെയുള്ള വിശേഷങ്ങൾ? ലിനിഷ, തീർച്ചയായും ഇവിടെ ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കാരണം 9:30 മണിയായി. ഇനിയിപ്പോൾ 3 മണിക്കൂർ മാത്രമാണ് കളി തുടങ്ങാനുള്ളത്. 10 മണിയോട് കൂടി തന്നെ കൂടുതൽ ജനങ്ങൾ ഈ ലോ കോളേജ് ജംഗ്ഷനിലേക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കളികൾ നടക്കുന്ന ദിവസങ്ങളിലൊക്കെ അത്തരം സാഹചര്യമായിരുന്നു. 10 മണിക്ക് ശേഷം വലിയൊരു ജനക്കൂട്ടം ഇങ്ങോട്ട് ഓടിയെത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ലോ കോളേജ് ജംഗ്ഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത്തരത്തിൽ കസേരകളിട്ട് സജ്ജമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് മാറും. ഈ വഴി മുഴുവൻ ആളുകളാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ആദ്യഘട്ടത്തിൽ ഈ കസേര പിടിക്കാൻ വേണ്ടിയിട്ടാണ് അധികം ആളുകൾ ഇത്ര നേരത്തെ എത്തിച്ചേരുന്നത്. പക്ഷേ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു സെറ്റ് ഓഫ് അർജന്റീന ഫാൻസ് ഇവിടെ ഉണ്ട്. എല്ലാവരും അർജന്റീന ഫാൻസ് ആണോ? എത്ര ഗോളിന് ജയിക്കും? 4. സ്പെയിൻ എന്തെങ്കിലും അടിക്കും? ഉറപ്പാണോ? മെസ്സി എത്ര അടിക്കും? 4 ഗോള് മെസ്സി. എത്ര ഗോൾ അടിക്കും? 3. അർജന്റീന. മെസ്സി എത്ര അടിക്കും? മെസ്സി 3. മെസ്സി ഒന്നും അടിച്ചില്ലെങ്കിൽ സങ്കടവും. നല്ല സങ്കടം, നമ്മൾ കരയും. എന്താ ഇപ്പൊ കളി ജയിക്കോ? എന്താണ് അർജന്റീന ജയിക്കും. സ്പെയിൻ ജയിച്ചാലോ? യമാല ആദ്യമായിട്ട് കളിക്കുന്ന വേൾഡ് കപ്പ് അല്ലേ? അപ്പൊ യമാല ജയിച്ചോട്ടെ അല്ലേ? അർജന്റീന ജയിക്കുള്ളൂ. മെസ്സിയുടെ ടീം തന്നെ ജയിക്കണം. നാളെ ക്ലാസ്സിൽ പോകുന്നുണ്ടോ? അവധി കിട്ടിയാൽ സന്തോഷം. നല്ല സന്തോഷമുണ്ട്. ബാക്കിയുള്ളവരെ 4 ഗോളെന്നാണ് എല്ലാവരും പറയുന്നത്. 4 ഗോൾ തന്നെ അടിക്കും. 5 ഗോൾ. ഇത് ഓരോരുത്തരും ഓരോന്ന് കൂട്ടി ഓരോരുത്തരും ഓരോ ഗോൾ കൂടി വരാനുള്ള. ഓരോരുത്തർ വയ്ക്കുമ്പോ ഒരാൾ 3, 4, 5 അടിക്കും. പെനാൽറ്റിയിലൊക്കെ പോവും. അല്ല, ഈ 90 മിനിറ്റും കഴിഞ്ഞ് കളി പോവും? ഇല്ല. ഉറപ്പാണ്. അന്ന് അങ്ങനെ വന്നത് നല്ല കളിക്കും. അർജന്റീന നല്ല കളിയാണ്, നല്ല ഡിഫെൻഡിങ് ആണ്. അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട്. അവിടെ എത്ര ഗോൾ അടിക്കും അർജന്റീന? 3 ഗോള്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെയുള്ള എല്ലാവരും പറയുന്ന 3 ഗോൾ അടിക്കുന്നു. എല്ലാവരും 3 ഗോൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ കളിക്കൊക്കെ 3 അടിച്ചു. അപ്പൊ ഇപ്രാവശ്യം 3 ആയിരിക്കും. ഒരു പ്രതീക്ഷ. ഷൂട്ടൗട്ടിലോട്ടൊക്കെ പോകുന്നു. ഷൂട്ടൗട്ടിലോട്ടൊക്കെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? പെനാൽറ്റി ഇല്ല. 90 മിനിറ്റ് കളി ആ ഒരു പ്രതീക്ഷയിലാണ്. എങ്ങനെ സ്പെയിൻ ജയിച്ചാലും കരയില്ല, കാരണം നമ്മൾ അർജന്റീന ഫൈനലിൽ കയറിയല്ലോ. വിഷമൊന്നുമില്ല. കളിച്ചാൽ മതി. അവിടെ എത്ര ഗോൾ അടിക്കും? ജയിക്കും. 3 ഗോളെന്ന് എല്ലാവരും പറയുന്നു. 3 ഗോൾ തന്നെ അടിക്കും. കൂടുതൽ അടിച്ചാൽ എന്തായാലും ജയിക്കും. ഉറപ്പാണ്. യമാല് വന്ന് ഗോളടിച്ച് ജയിച്ചാലോ? നീ എന്താ പറയുന്നത്? ജയിക്കോ? ഈ ജംഗ്ഷനിലാകെ അർജന്റീന ഫാൻസ് മാത്രമേ ഉള്ളൂ. സ്പെയിൻകാരും ഇല്ലേ? ബാൻ ചെയ്തൊക്കെ നിങ്ങൾ? ചേട്ടാ, എന്താ കളി? എന്താ? അർജന്റീന ജയിക്കും ഉറപ്പായി. ഇതെല്ലാവരും നിങ്ങൾ ലോ കോളേജ് ജംഗ്ഷൻകാരെല്ലാവരും അർജന്റീന ഫാൻസ് ആണോ? അല്ലല്ല, പല തരത്തിലുള്ള ഫാൻസുകാരുണ്ട്. സ്പെയിൻകാരെ കണ്ടെത്താൻ ഞങ്ങൾ അവിടെ കൊണ്ടുവരും. നിങ്ങൾ മിക്കവാറും കേരളത്തിലേക്ക് പുറത്ത് പോയിട്ട് വരും. കേരളത്തിലെല്ലാവരും അർജന്റീനക്കാരാണ്. അർജന്റീനയാണ്. ഈ പ്രാവശ്യം അർജന്റീന ഫാൻസ് കൂടുതലാണ്. എത്ര ഗോൾ ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷ? 3 ഗോൾ ജയിക്കും. മെസ്സി അടിക്കോ? മെസ്സി അടിക്കും. എത്ര അടിക്കായിരിക്കും മെസ്സി? ഇപ്പൊ കഴിഞ്ഞ കളി 2 അസിസ്റ്റാണ് മെസ്സിയുടെ വക ഉണ്ടായിരുന്നത്. 2 ഗോൾ അടിക്കും. ഈ അവസാന നിമിഷം, കഴിഞ്ഞ കളിയൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവസാന നിമിഷമാണ് ഈ അർജന്റീന ഗോൾ അടിക്കുന്നത്. ഇത്തവണ അങ്ങനെ ആയിരിക്കും? ഇല്ല, കുറച്ചുകൂടെ ത്രില്ലായിരിക്കും. ഫസ്റ്റ് തന്നെ ഒരു കഴിഞ്ഞ ഫൈനൽ പോലെ തന്നെ ആയിരിക്കും ഈ ഫൈനൽ. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് അർജന്റീന ജയിക്കുമെന്നാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഈ കുട്ടി ഒന്ന് കാണിക്കാമെന്ന്. കാരണം നമ്മളിവിടെ മൊത്തം അർജന്റീന ഫാൻസ് കണ്ടത്. ഇവിടെ ഒരു യമാലുണ്ട്, ഒരു കുട്ടി യമാലിൻ്റെ ജേഴ്സി ഇട്ടാണ്. എടാ, ആര് ജയിക്കും? പറഞ്ഞു. ആണോ? എത്ര ഗോൾ അടിക്കും? 2 ഗോൾ അടിക്കും. 2 ഗോൾ അടിക്കും. ആരടിക്കും ഗോള്? യമാലടിക്കോ? യമാല് ജയിക്കോ അല്ലേ? മെസ്സി ജയിക്കണ്ടേ?
മെസ്സി ജയിക്കണോ? വേറൊരു സ്പെയിൻ ഫാനുണ്ട്. നമ്മള് സ്പെയിൻ ഫാനൊന്നും കാണുന്നില്ലായിരുന്നു, രണ്ടുപേരാകെ ഉള്ളത്. എങ്ങനെ സ്പെയിൻ ജയിക്കും? എത്ര ഗോൾ അടിക്കും? എല്ലാവരും 3 ഗോളാണ്. ഇപ്പൊ ഞങ്ങൾ ഈ പ്രതികരണം ചോദിച്ചു വരുന്ന എല്ലാവരും പറയുന്നത് അർജന്റീന 3 ഗോള്, ഇപ്പൊ സ്പെയിനും 3 ഗോള്. 3-ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. യമാൽ അടിക്കോ? എല്ലാരും പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ട് കുറവാ സ്പെയിൻകാർക്ക്, അത് ഒരു പ്രശ്നമാണോ? സ്പെയിൻ ഞങ്ങൾ ജയിക്കുമെന്നാ പറയുന്നത്. എടാ ആര് ജയിക്കും? നീ സ്പെയിൻ 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 നീ സ്പെയിൻ ഫാനാണ്. സ്പെയിൻ ഫാനാണ്. മെസ്സി ഫാനല്ലേ? അതെന്താ? സ്പെയിനിൽ ആരും ഇഷ്ടം? യമാലിന് ഇഷ്ടമാണ്. എന്താ യമാലിന് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? 5 നല്ലോണം കളിക്കോ യമാല്? നല്ലോണം കളിക്കോ? യമാല് ഗോൾ അടിക്കുന്നതാണ് ഇഷ്ടമാണോ? സ്പെയിൻ ജയിച്ചാൽ ഇഷ്ടപ്പെടോ? അർജന്റീന ജയിച്ചാൽ അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരെല്ലാം പറയുന്നത് അർജന്റീന ജയിക്കുമെന്ന്. ജയിക്കൂല? മെസ്സി തോറ്റോ അല്ലേ? യമാല് ജയിക്കും. കുട്ടികളൊക്കെ പറയുന്നത് യമാല് തോക്കുമെന്നാണ്, ക്ഷമിക്കണം മെസ്സി തോക്കുമെന്നാണ് ഈ സ്പെയിൻ ആരാധകരൊക്കെ പറയുന്നത്. പക്ഷേ ഭൂരിഭാഗവും അർജന്റീന ഫാൻസ് ആണ്. പറയുന്നത് പോലെ കൂടുതൽ ഒരുപാട് അർജന്റീന ഫാൻസ് ഉള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം ലോ കോളേജ് ജംഗ്ഷൻ എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഇവിടെ കുട്ടി ആരാധകരെ കാണാം. എന്തായാലും ഹാൻസിന്റെ ഒരു പ്രഡിക്ഷൻ അറിയാൻ ഈ അവസരത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഹാൻസ് എന്താണ് പറയുന്നത്? ഞാൻ സ്പെയിൻ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ ഹാൻസ് അങ്ങനെ? കഴിഞ്ഞ വട്ടം മെസ്സി ജയിക്കണം, അർജന്റീന ജയിക്കണമെന്നുണ്ടായിരുന്നു. കാരണം മെസ്സിക്ക് ഒരു കപ്പ് വേണമല്ലോ. മെസ്സിക്ക് ഇനി 2ാമത്തെ കപ്പ് ഒരു ആവശ്യകതയല്ല. പക്ഷെ യമാലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവശ്യകത അനുസരിച്ച് കപ്പ് കൊടുക്കാന്നുള്ള ഒരു അവസ്ഥയിലാണോ ഹാൻസ്? ഹാൻസിന്റെ ടീം ഏതായിരുന്നു? ആന്റി അർജന്റീന ടീമിലാണോ ഇപ്പോൾ? ഇല്ലല്ല അല്ലല്ല, ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് ഫുട്ബോൾ കളി കാണാനാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ എല്ലാ ടീമിനെയും സപ്പോർട്ട് ചെയ്യുന്നു.